ഹലോ മുഞ്ചത്തീസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയാണോ? സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. എൻ്റെ കുറച്ച് ഫോളോവേഴ്സ് എന്നെക്കുറിച്ചൊക്കെ അന്വേഷിച്ചായിരുന്നു. സുഖമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് സൺഡേ വ്ളോഗാണ്. സൺഡേ വ്ളോഗ് എന്ന് വെച്ചാൽ ഡേ ടു ഈവനിങ് വരെ ഒരു വ്ളോഗാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ ഇന്ന് ഞാൻ എണീറ്റു, നമുക്ക് ചായ എല്ലാം കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ കിച്ചണിൽ കയറി നമ്മുടെ ജോലി നോക്കാമല്ലേ. എനിക്കിന്ന് തോന്നി ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ തലേന്ന് അരി ഇടുന്നു, ഉലുവയൊക്കെ വെള്ളത്തിലിട്ട് രാത്രി അരച്ച് വെച്ചു. രാവിലെ ദോശ ഉണ്ടാക്കുവാണേ. മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വെച്ചു വേണ്ട, മസാല ദോശ ഉണ്ടാക്കിയാൽ മക്കളെടുത്ത് ആ കിഴങ്ങും ക്യാരറ്റൊക്കെ എടുത്ത് കളയാനേക്കാളും ടൈം സേവ് ചെയ്യാമല്ലോ. അപ്പം ഇന്ന് ഞാൻ നെയ് റോസ്റ്റ് ഉണ്ടാക്കി, ചമ്മന്തിക്കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് എന്ന് പറയുന്നത് നമുക്കിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണേ. സൺഡേ അല്ലേ, അപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ആദ്യം ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വെച്ചു മിക്ക ദിവസവും ഇവിടെ മേടിക്കുമ്പം ബിരിയാണി ഉണ്ടാക്കുന്നത്, അപ്പം നെയ്ച്ചോറ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ ഞാൻ നെയ്ച്ചോറിനൊക്കെ കണ്ടില്ലേ, ക്യാരറ്റ്, സവാള, പട്ട, ഗ്രാമ്പൂ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ കൈമ റൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കൈമ റൈസ് നല്ല ടേസ്റ്റും നല്ല മണവുമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈമ റൈസ്. ഇന്ത്യ ഗേറ്റിൻ്റെ റൈസും കൊള്ളാം. പിന്നെ നമ്മൾ ബ്രാൻഡുകളൊന്നും എടുത്ത് പറയാമെന്നില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞത് ചിക്കൻ കറിക്കായിട്ട് ഞാൻ സവാളയൊക്കെ അരിഞ്ഞു വെച്ചായിരുന്നു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടു. ആ മസാല അറിയാമല്ലോ, ഞാൻ കാശ്മീരി മുളക് പൊടി ചേർക്കും. പിന്നെ സാധാ മുളക് പൊടി ചേർക്കാറില്ല, കാരണം എരിയായുണ്ട്. കുരുമുളക് പൊടി അങ്ങനെ ചേർക്കാറില്ല. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാല, ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് ചേർത്തത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തു. ഇനി നമ്മുടെ ചിക്കനും നെയ്ച്ചോറൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളും കൂടെ ഇൻഷാ അല്ലാ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോകളൊന്ന് നിങ്ങൾ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ കുറേ 2 ദിവസമായിട്ട് നമുക്കൊരു വീഡിയോ കാണുന്നുണ്ടല്ലോ, റീച്ച് കിട്ടാൻ വേണ്ടി ഒരു ആൾ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞാൽ പേരൊന്നും എടുത്ത് പറയുന്നില്ല. എല്ലാവരും വീഡിയോ FBയിൽ, ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിലെല്ലാം കാണുന്നതല്ലേ. അപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടി ഒരിക്കലും ആരും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. റീച്ച് കിട്ടിയാലും പൈസ കിട്ടാനായാലും എല്ലാവരും അത് തന്നെയാണ്. നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പൈസയ്ക്ക് വേണ്ടിയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. അല്ല ചുമ്മാ ടൈം കളഞ്ഞതൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ യൂട്യൂബറായിരിക്കും. ഇപ്പോൾ സപ്പോസ് ഞാനും യൂട്യൂബറാണ്, പക്ഷേ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആ യൂട്യൂബറല്ല. അപ്പോൾ അവരുടെ സാഹചര്യം കൂടെ വെച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാൻ. റീച്ച് കിട്ടാൻ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ആത്മഹത്യ ചെയ്ത ആ ആടെ സംഭവം എടുത്ത് വേറൊരാൾ റീച്ച് കിട്ടാൻ വേണ്ടി അതൊരു വലിയ ന്യൂസാക്കുന്നു അല്ലേ. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഓക്കെ, നമുക്കതൊക്കെ വിടാം. ഓക്കെ, അപ്പം ഞാനൊക്കെ മക്കൾ മദ്രസയിൽ നിന്ന് പോയിട്ട് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്നോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നീ ഉണ്ടാക്കി തരണം. അപ്പോൾ എനിക്കൊരു ഗ്ലാസ് തന്നു. പിന്നെ അതെ എല്ലാവരും എൻ്റെ കൂടെ നിന്നൊന്ന് ക്ലീനൊക്കെ ആക്കാൻ വേണ്ടി സേവനമാരെന്ന് പറയാം അല്ലേ, ആക്കി തന്നു. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. ചുമ്മാ എപ്പോഴും TV ഫോണും കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചു, ഞാനും ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതേ ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയൊരു പണി ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു ചേട്ടൻ വന്ന് ചെയ്തു. പിന്നെ സന്ധ്യയ്ക്ക് മക്കളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.